അങ്ങനെ എല്ലാവരും കാത്തിരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഈ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ജനങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ജനങ്ങളും കുറെയൊക്കെ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം അതിലേക്ക് അറിയാലോ, നമ്മുടെ ഭരണ നേട്ടങ്ങൾ ഒരുപാട് നമ്മളെ ജനങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു മറുപടി തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അതെ, ഞങ്ങളും പറഞ്ഞിരുന്നു. അതെന്തായാലും തിരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കൊടുത്തു മറുപടി എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയൊരു ഭൂരിപക്ഷം, അതെ, വമ്പൻ ഭൂരിപക്ഷത്തോടെ, വെറും 34 സീറ്റിലായിരുന്നു, 35 സീറ്റായിരുന്നു നമ്മളെ ലാസ്റ്റ് ചേട്ടൻ മരിച്ചു, 34 സീറ്റായി ആയിരുന്ന അവര് വമ്പൻ ഒരു ഭൂരിപക്ഷം. ഇന്ന് നമ്മുടെ വി ശിവൻകുട്ടി ഇന്നൊരു രാവിലെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 55-60 സീറ്റിലൊക്കെ വരുമെന്നുള്ളതാണ്. ഇടത് തന്നെ ഭരണം തുടരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ നേട്ടം ബിജെപിക്കാണ് അടിച്ചത്. കിട്ടിയത് ബിജെപിക്കാണെന്ന് മാത്രം. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവര് നമ്മുടെ കോർപ്പറേഷനിൽ അവർ ഭരണം പിടിക്കുകയാണ്. അപ്പൊ ഇതൊരു എന്ത് പറയാനായിട്ട്, നിയമസഭാ ഇലക്ഷന് ഉള്ള ഒരു ചെറിയൊരു 5-6 മാസം മാത്രമാണ് നിയമസഭാ ഇലക്ഷന് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാറ്റ് ബിജെപിക്ക് അനുകൂലമാണെന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമായിട്ട് ഒരു പാർട്ടിയും കാണണ്ട. തീർച്ചയായിട്ടും ഇതിനി വരുന്ന നിയമസഭയിലും ഇതിന്റെ ഒരു പ്രതിഫലനം കാണാം എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ബിജെപിയുടെ ഒരു വിജയത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് അവരോട് തന്നെ നമുക്ക് അവര് പറയുന്നതാണ് അതിന്റെ ഒരു ഭംഗി അല്ലേ? നമ്മൾ പറയുന്നതിനെക്കാട്ടിയും അവരെന്താണോ ആഗ്രഹിച്ചത്. സിനിമയിലെ തെങ്കാശിപ്പട്ടണത്തിലെ നമ്മുടെ സുരേഷ് ഏട്ടൻ പറയുന്നത് പോലെ ജനങ്ങൾ പറയണം, അതാണ് അതിന്റെ ഒരു ബൂട്ടി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എല്ലാവരും കാത്തിരുന്ന തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് ബിജെപിയാണ്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. എന്ത് തോന്നുന്നു ബിജെപി വിജയിച്ചത് കേട്ടോ? ബിജെപി ഒരു നല്ല പാർട്ടിയാണെന്നുള്ളത് ആണ് എനിക്ക് മനസ്സിന് തൃപ്തിയുണ്ട്. സന്തോഷമായി. പിന്നെ എന്റെ വാർഡ് ഒന്ന് കരമനയാണ്. കരമന അജിത്ത് എന്ന് പറയുന്ന ആ മെമ്പർ എന്തൊരു കാര്യത്തിന് അങ്ങേര് ഓടി വരും. അത് ഞാൻ പാർട്ടിയല്ല നോക്കണത്, വ്യക്തിയാണ് നോക്കണത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ ഇടതിനെ തള്ളിക്കഴിഞ്ഞിട്ട് ജനങ്ങൾ ബിജെപി സ്വീകരിക്കാൻ കാരണം എന്തായിരിക്കും എന്ന് തോന്നുന്നു? അത് രാഷ്ട്രീയം എനിക്കില്ല. എനിക്ക് അജിത്തിന്റെ അജിത്ത് ജയിക്കണമെന്നുണ്ടായിരുന്നു. നല്ല വ്യക്തിയാണ്. ഏത് കാര്യത്തിന് വിളിക്കാൻ ഉടനെ വരും. എനിക്ക് അനുഭവമുള്ളതാണ്. എന്തായാലും ചേട്ടന് സന്തോഷമായല്ലോ. അപ്പൊ നമുക്ക് സന്തോഷമാണ്. ആരും പ്രതീക്ഷിക്കാത്ത ബിജെപി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. എന്തോന്നു ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്തു, ജനങ്ങൾക്ക് താല്പര്യപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്തു, അവരെ ജയിപ്പിച്ചു. ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര പ്രതീക്ഷയൊന്നുമില്ലായിരുന്നെങ്കിലും അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ട് അവർ ജയിച്ചു. അല്ല, എന്തുകൊണ്ടാണ് അവരിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടായിരിക്കണം, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇത്തവണ എല്ലാവരും LDF-നെ കൈവിട്ടു എന്നുള്ളതാണ്. LDF-നെ കൈവിട്ടു എന്ന് പറയാനും കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആണല്ലോ. ജനങ്ങൾ മൊത്തം അതാണല്ലോ ഒരു ചർച്ചാ വിഷയം. സ്വർണ്ണക്കൊള്ളയും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയാം, സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്വർണ്ണക്കൊള്ളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ടല്ലോ. അതൊക്കെ ആയിരിക്കാം. പിന്നെ ജനങ്ങൾ LDF-ന്റെ ഭരണം ഒരു മാറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടോ ആയിരിക്കാം. 10-15-20 വർഷമായില്ലേ ഇവിടെ തുടങ്ങി. അങ്ങനെയല്ല, സന്തോഷമാണോ ഇതില്? വികസനം ഉണ്ടാവട്ടെ, നമ്മൾ ആശംസിക്കുന്നു. വികസനം ഉണ്ടാവട്ടെ, അതല്ലേ നല്ലത്. അതല്ലേ നാട് വികസിക്കണം, ലോകം വികസിക്കണം, രാജ്യം വികസിക്കണം, സംസ്ഥാനം വിജയിക്കണം, എല്ലാം അങ്ങനെ. ബിജെപിയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇത്? ഇല്ല, അങ്ങനെയല്ല. ഇന്ന് നോക്കിയപ്പോൾ BJP-യാണ് മുന്നിട്ട് നിൽക്കുന്നത്. BJP ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ ചേട്ടാ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വമ്പിച്ച വിജയം ബിജെപി സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. ഇയാൾ തന്നെ ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ വിചാരിച്ചിരുന്നു. അതെന്തുകൊണ്ടാ? അതെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഇവിടെ നല്ല കൊള്ളാം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സ്ഥലം ഇവിടെ അല്ല, എൻ്റെ സ്ഥലം മച്ചയിലാണ്, മറികൽ വാർട്ടാണ്. അവിടുത്തെ കാലം നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ വാർട്ട് കൊള്ളാം. അത് നല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ ചാലയിലൊക്കെ എന്തോ വർക്കിനായിട്ടിരുന്നിട്ടുണ്ട്, നല്ല ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭരണം ഇനി അടുത്ത മാറി വരട്ടെ എന്ന് ചിന്തിച്ചു അല്ലേ ജനങ്ങളൊക്കെ? ജനങ്ങൾ ചിന്തിച്ചു. ഒരുപാട് നമുക്കറിയാലോ, നേരത്തെ കോർപ്പറേഷൻ CPM ആയിരുന്നല്ലോ ഭരിച്ചത്. എന്തുകൊണ്ടായിരിക്കും CPM-നെ ജനങ്ങൾ തഴയാൻ കാരണം എന്തായിരിക്കും? തഴയാൻ കാരണം അവർ ഈ ഭരണത്തിന്റെ എന്തോ ആയിരിക്കും, ഭരണത്തിലുണ്ടായ പാളിച്ചകൾ തന്നെ അല്ലേ? തന്നെ അത് ആ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. എന്തായാലും BJP വന്നതിൽ സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, ഒരു ദൈവ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഹിന്ദുവിൻ്റെ ഒരു ഇതാണ്
എല്ലാ ക്ഷേത്രത്തിൻ്റെ ഒരു നോക്കുമ്പോൾ ഹിന്ദുക്കളെ ഒരു ഇതാണ്, നല്ല ഇതാണ്. നഗരത്തിൽ നല്ലൊരു വികസനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഇവിടെ നല്ല ഇതാണെന്നാണ് പറയണത്. നല്ല വികസനങ്ങൾ വന്നിട്ടുണ്ടല്ലേ? എന്നിട്ട് അത് പോയിട്ട് ചാലയിലൊക്കെ നല്ല ഇതാണെന്നാണ് പറയണത്. ഇങ്ങനെ നല്ല ജയിക്കുന്ന മുമ്പ് തന്നെ നല്ല സ്വീകരണം ഇവിടെ നടന്നിരിക്കണം. അവർ ജയിച്ചതിന് സമമായിരുന്നു ആണല്ലേ? നാനാ ഭാഗത്ത് സ്വീകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിച്ചില്ല ആ വ്യക്തിയെ. അതെ, അപ്പം സന്തോഷമാണ്. വരട്ടെ, എല്ലാ പാർട്ടികളും വരട്ടെ. അവരവർ കാൻഡിഡേറ്റ് വന്ന് പുതിയ പുതിയ സാധനമൊക്കെ കൊണ്ടുവരട്ടെ, വികസനങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഒരുപാട് വർഷമായിട്ട് ഇപ്പം CPM ആയിരുന്നല്ലോ, ജനങ്ങൾ അവരെ കൈയൊഴിയാൻ കാരണം എന്താണെന്ന് തോന്നുന്നു? എല്ലാത്തിനും ഒരു മാറ്റം വേണം, പുതിയ പുതിയ ഒരു ഇത് വേണം, അതിനു വേണ്ടി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും BJP ഇത്തവണ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അവരിലൂടെ വികസന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ BJP? പുതിയതായിട്ട് വരട്ടെ, അവർക്ക് ടൈം കൊടുക്കാൻ അവർ ചെയ്യട്ടെ, മാറ്റങ്ങൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല, എന്നാലും ഒരു മുന്നേറ്റം അവരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇനി അവരും കൂടെ ഭരിച്ച് കാണാനേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഭരിച്ച് കണ്ടു. നല്ല അവരുടെ പെരുമാറ്റം എല്ലാം നല്ലതല്ലേ, ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? BJP ആദ്യമായിട്ട് അധികാരത്തിലെത്തിയിരിക്കുകയാണ്, അവരിലൂടെ എന്ത് വികസന പ്രവർത്തനമാണ് ചേച്ചി? പക്ഷെ അവരിപ്പം പറയുന്നത് കേന്ദ്രത്തിൽ അവരാണ്, അതുകൊണ്ട് അവരിവിടെ കംപ്ലീറ്റ് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരെ പ്രവർത്തനം കൂടെ കാണാൻ വേണ്ടി ജനങ്ങളിരിക്കുക. ഈ മാറ്റം കണ്ടാണ് ഇനി അടുത്ത നിയമസഭ വരേണ്ടത്. അതെ, ഒരു 3-4 മാസം കൂടെ ഉണ്ടല്ലോ നിയമസഭ ഇലക്ഷൻ വരാൻ. ആ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവരെയും ജനങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി ഇതിലൊരു മാറ്റം ഉണ്ടായാൽ അതും മാറും. ഇതൊരിക്കലും പ്രതീക്ഷയല്ല. സത്യത്തിൽ CPM തന്നെ വരും എന്നാണ് നമ്മൾ കരുതിയത്, LDF വരുമെന്നാണ്. ഇതൊരു വല്ലാത്ത വിജയം തന്നെയാണ്. ഇത് നല്ല ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കണം. ഒരുപാട് വർഷത്തിലധികമായിട്ട് CPM-ന്റെ കണ്ടിന്യൂസ് ഭരണമായിരുന്നു കോർപ്പറേഷനിൽ. എന്തുകൊണ്ടായിരിക്കും അവരെ വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിക്കാനുള്ളൊരു കാരണം? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് തന്നെ ആയിരിക്കണം കാരണം. പിന്നെ കഴിഞ്ഞ മേയറെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളല്ല ഈ മണ്ഡലത്തിലുള്ളത് എന്നൊരു വിഷയം. ഈ ശബരിമല കൊള്ള അത് ഇതിൽ വന്നിട്ടുണ്ടോ? ശബരിമല ഇഷ്യൂ ഇതിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണം തന്നെ ആയിരിക്കും ഒരു വിലയിരുത്തലായിട്ടുണ്ടാവും. നമ്മുടെ കേന്ദ്രത്തിലും BJP ആണ്, നമ്മുടെ കേരളത്തിലെ തദ്ദേശത്തിലും BJP ആദ്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിലേതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കത് അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവർ മാറ്റങ്ങൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഭരണം മാറുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ അവർ നരേന്ദ്രമോദിയെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു അതിന്റെ പ്രഖ്യാപനത്തിന്. അവർ ഉറപ്പ് പറയുന്നുണ്ട് ഇപ്പോഴും. അല്ല, അങ്ങനെയാണെങ്കിൽ നല്ലതല്ലേ? നല്ലതായിരിക്കണം. പിന്നെ ആര് പ്രഖ്യാപിച്ചാലും അത് നടപ്പിൽ വരുത്തുന്നതും ഭരിക്കുന്നതെല്ലാം ഇവിടുത്തെ കൗൺസിലർമാരും നേതാക്കന്മാർ തന്നെയാണല്ലോ. അല്ല, എന്തായാലും ആദ്യ തവണ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ? അതെ, എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. കാരണം ഒരാൾ മാറുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നോക്കാം, നമുക്കല്ലേ കാത്തിരുന്ന് കാണാം. അതെ, പ്രതീക്ഷിച്ചില്ല. നമ്മളെ LDF-നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJP കയറി വന്നു. LDF-ന് ആരും തഴഞ്ഞിട്ടില്ല. പക്ഷേ BJP അതൊരു കൊച്ചു പയ്യനല്ലേ, ഒരു നമ്മളെ സ്ഥലവാസി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് കാണും. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കും. ഇതൊരു വല്ലാത്ത ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ആയിപ്പോയി. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷ കൈവിട്ട് പോയെന്ന് പറയാൻ കാരണം? പ്രതീക്ഷ കൈവിട്ട് പോയെന്ന് പറയുമ്പോൾ നമ്മളെ എപ്പോഴും ഇടത് തന്നെ കൊണ്ടുപോകുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് മാറി മറിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം ഒന്ന് ചിന്തിച്ചായിരുന്നു? ജനങ്ങൾ ഇടതിന് പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞു 50 സീറ്റ് നിസ്സാരമല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തോന്ന് പറയാ, അല്ല, കോർപ്പറേഷന്റെ ഭരണം കണ്ടിട്ടായിരിക്കും ചിലപ്പോ. അല്ലേ, ചെയ്യില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും? കാരണം എന്തായിരിക്കും തോന്നുന്നു? ഭരണം മാറി വരണമെന്ന് ആൾക്കാർ ചിന്തിച്ചായിരിക്കും ഒരു മാറ്റം പ്രതീക്ഷിച്ച്. മാറ്റത്തിലൂടെ സന്തോഷമാണോ, എങ്ങനെയാണ്? സന്തോഷമല്ല, ആര് ഭരിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഭരണമാണ് ആവശ്യമുള്ളത്. എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരണം. മാറ്റത്തിലൂടെ പ്രതീക്ഷകളാണത്. അപ്പം ആര് വന്നാലും ഒരു പ്രതീക്ഷയോടെ ഇരിക്കാനല്ലേ പറ്റും.